പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സാറ് നൈസായിട്ട് പകരം വീട്ടിൽ നിർവൃതിയിലാണല്ലേ? പ്രിയ ഗൂഢമായൊരു ചിരിയോടെ അവനെ നോക്കി. യാ പക, അത് വീട്ടാനുള്ളതാണ് എൻ്റെ ടീച്ചറെ. കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ കുറുകുന്നതും മുഖത്ത് വല്ലാത്തൊരു ഭാവം നിറഞ്ഞു വരുന്നതും പ്രിയ അമ്പരപ്പോടെ നോക്കി നിന്നു. അവൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ ആദ്യം അവളെ കൈനീട്ടി വലിച്ച് അടുപ്പിച്ചിരുന്നു. ആദ്യേട്ടാ എന്തീ കാണിക്കുന്നു? പ്രിയ പരമാവധി കുതിരയിട്ട് ആദ്യം പിടിവിട്ടില്ല. പകരം അവൻ കൈ ഉയർത്തി അവളുടെ മുടിയിഴകൾ വിരൽ കൊണ്ടൊതുക്കി അവളെ മാത്രം നോക്കി. പ്രിയക്ക് ഹൃദയം ഇപ്പോൾ പൊളിഞ്ഞ് താഴെ വീഴുമെന്നുള്ള പോലുള്ള വെപ്രാളമാണ്. പക്ഷേ ഒന്നനങ്ങാൻ കൂടി കഴിയാത്ത പോലെ അവൻ്റെ നോട്ടത്തിൽ ഉടക്കിപ്പോയി. കാന്തം കൊണ്ടെന്ന പോലെ ആകർഷിക്കുന്ന കണ്ണുകളും ചിരിയുമായി അവൻ അവളെ മാത്രം നോക്കി. ഇടയ്ക്കിടാ നോട്ടം തനിക്ക് പിന്നിലേക്കും നീളുന്ന ശ്രദ്ധിച്ചു പ്രിയയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ അങ്ങോട്ടൊന്ന് മുഖം ചരിച്ച് നോക്കാൻ ശ്രമിച്ചതും ആദ്യം തനിക്ക് നേരെ അവിടെ മുഖം പിടിച്ച് തിരിച്ചു. അവനെ അള്ളിപ്പിടിച്ചു നിന്നിരുന്ന അവിടെ കൈകളും വിറച്ചുകൊണ്ട് അവനിൽ മുറുകി. ഇത് നിനക്ക് കാണാനുള്ളതല്ല കൃഷ്ണ, കാണേണ്ടവർ കണ്ട് രസിക്കുന്നുണ്ട്. കൃഷ്ണയെ ഒരുപാട് അവഹേളിച്ചവർക്കുള്ള ഒരു മധുര പ്രതികാരം ചെയ്യാൻ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. തൽക്കാലം താൻ അങ്ങനെ കണ്ടാൽ മതി. വിരൽ കൊണ്ട് അവളുടെ മുഖത്ത് തട്ടാത്ത വിധം പതിയെ ഒഴിഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞു കേട്ടതും അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. ആദ്യമായിട്ട് വിട്ടേ, ഇങ്ങനെയൊന്നും വേണ്ട. ഇതൊരു സ്കൂളല്ലേ, എന്തൊക്കെ പ്രതികാരമാണെങ്കിലും ഇവിടെ ഇങ്ങനെ അത് മോശ, പ്ലീസ്. പ്രിയ പതിയെ പറഞ്ഞതും ആ നിമിഷം തന്നെ കൈ അയച്ചുകൊണ്ട് അകന്നു മാറി. പക്ഷെ അവൾക്ക് പിന്നിലേക്കൊന്ന് പാളി നോക്കി അവൻ്റെ മുഖത്ത് ഒരു നിഗൂഢമായ ചിരിയുണ്ടായിരുന്നു. കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നുവെന്നൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. ആരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും ഇടയ്ക്കിടയിൽ ഈ തൊട്ടുനോട്ട് എനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. ആദ്യമൊന്നും പാളി നോക്കി പ്രിയ അത് പറയുമ്പോൾ അവനൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എന്താ ചിരിക്കുന്നേ? പ്രിയയുടെ നോട്ടവും ചോദ്യവും കൂർത്തു. കാറിലേക്ക് ചാരി അവനൊന്നുമില്ലെന്ന് തലയാട്ടി. സാറിന് ഇനി പഠിക്കാൻ പോകേണ്ടതല്ലേ, നിറയെ സ്വപ്നമുള്ളതല്ലേ? അതിനൊക്കെ വേണ്ടി എന്നെ ഒഴിവാക്കി പോകണം തോന്നിയാ എനിക്ക് പിന്നെയും ജീവിക്കണ്ടേ? അതുകൊണ്ട് പ്രിയ അവനെ നോക്കി കണ്ണ് ചുരുക്കി. അതുകൊണ്ട് ആദി ചിരിയോടെ തന്നെ ചോദിച്ചു. അതുകൊണ്ട് ഇനി എന്റെ മേലെ തൊട്ടാൽ ആദി സാറ് വിവരറി പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പോഴും ഒതുങ്ങാത്ത വിറയിലോടെ പ്രിയ പറയുമ്പോൾ ആദി ചിരിയോടെ തലകുലുക്കി. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ ഇയാളെ ചെല്ല്, എവിടെ നിറയെ ആരാധകരല്ലേ? അവളെ നോക്കിയിട്ട് ആദ്യം മുന്നോട്ട് നടന്നു. വേടികൊണ്ട പന്നിയെ പോലെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൂ രാജീവ് സാറേ, ഇതെന്താ ഇങ്ങനെ ഒരു വരവ്? പാതി കളിയായും പാതി കാര്യമായും നജീം മാഷ ചോദിക്കുമ്പോൾ അവിടെയുള്ള മിക്കവരും അതിലെ തമാശ ആസ്വദിച്ച് ചിരിച്ചു. പക്ഷെ അപ്പോഴും അല്പം പോലും അയ്യാത്ത മുഖത്തോടെ രാജീവ് സ്വന്തം ഇരിപ്പിടത്തിലേക്കിരുന്ന് ശ്വാസമെടുത്തു. കൺമുമ്പിൽ അല്പം മുന്നേ കണ്ടൊരു കാഴ്ച അത് നെഞ്ചിലൊരു കനമായി അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഓർത്തപ്പോൾ വീണ്ടും അവൻ അസഹ്യതയോടെ തലകുടഞ്ഞു. രാജീവ് മാഷേ എന്തുപറ്റി, വയ്യേ? വിലാസിനി ടീച്ചർ അവന്റെ ഭാവങ്ങൾ ഇരിപ്പും കണ്ട ആകുലതയോടെ ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടി അങ്ങോട്ടേക്ക് പതിഞ്ഞു. കല്യാണം ഉറപ്പിച്ച മുതൽ അല്ലെങ്കിലും മാഷാകെ മാറിപ്പോയിട്ടുണ്ട്, പഴയ ആളെ അല്ല. കൂട്ടത്തിൽ ആരോ ആ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. രാജീവിനടുത്തേക്ക് വന്നവരിൽ പലരും അതിനെ അനുകൂലിച്ചു. എനിക്കൊന്നുമില്ല, എന്തോ ഒരു അസ്വസ്ഥത, അതിപ്പോൾ മാറുകയും ചെയ്തു, ഞാൻ ഓക്കെയാണ്. ഇനിയും സംസാരം നീട്ടിക്കൊണ്ടുപോകുന്ന അത്ര നല്ലതല്ലെന്ന് മനസ്സിലായതും രാജീവ് ഒരു വെപ്രാളത്തോടെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി നോക്കണോ സാറേ? നജീം മാഷി രാജീവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പൊ ശരിയായി. രാജീവ് പരവേശം ഒതുക്കിക്കൊണ്ട് വരുത്തി കൂടിയ ചിരിയോടെ പറഞ്ഞു. കല്യാണത്തിന് ടെൻഷൻ വല്ലതാണോ സാറേ? അല്ല, ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടേ. ആരോ പറഞ്ഞു കേട്ടതും രാജീവ് ദേഷ്യം ഒതുക്കാൻ പല്ല് കടിച്ചു പിടിച്ചിരുന്നു. അല്ലെങ്കിലും സാറിന് ലീവ് എടുക്കുന്നത് ഞാൻ കരുതിയത്. 2 ദിവസമല്ലേ ഇനി ആകെയുള്ളത്. ഈ ലീവ് കൂടി കല്യാണത്തിന് ശേഷം എടുത്തിട്ട് അടിച്ചു പൊളിക്കാനാണ് പ്ലാൻ, അല്ലയോ സാറേ? കൊച്ചു കള്ളൻ. കൂട്ടത്തിൽ നിന്നും ആരോ വീണ്ടും വിളിച്ചു പറഞ്ഞ തമാശ അത് പക്ഷെ അവനെ അപ്പോൾ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്ത്. എന്നിട്ടും അപ്പോഴത്തെ മാനസിക നില വെച്ചിട്ടൊന്നും വിളിച്ചു പറയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? ഗൗരവത്തോടെ ആദിയുടെ സ്വരം കേട്ടതും അവരെല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. വിളറി വെളുത്ത മുഖം ഒളിപ്പിക്കാൻ പാടുപെടുന്ന രാജീവിനെ ആദ്യ ഒരു സംതൃപ്തിയോടെയാണ് നോക്കുന്നത്. രാജീവിന് വയ്യെന്ന് അവരിൽ ആരോ പറഞ്ഞു കേട്ടതും ആദ്യ രാജീവിന് മുന്നിലെത്തി നിന്നു. എന്തുപറ്റി രാജീവ് സാറേ, ഹോസ്പിറ്റലിൽ പോകണോ? ആദ്യ അല്പം കുനിഞ്ഞെന്നുകൊണ്ട് ചോദിച്ചു. വേണ്ട, അതിന് മാത്രമൊന്നുമില്ല, രാജീവ് വിക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തുപറ്റി പെട്ടെന്ന്? ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടോ? നിഗൂഢമായൊരു ഭാവത്തോടെ ആദി ചോദിക്കുമ്പോൾ രാജീവ് അപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചിരിക്കാൻ ശ്രമിച്ച ദയനീയമായി പരാജയപ്പെട്ടിട്ടും രാജീവ് പറയുമ്പോൾ ആദി ചിരി ഒതുക്കാൻ പാടുപെട്ടു. രാജീവ് സാറിന്റെ കല്യാണം ആദി സാറേ, അതിന്റെ ഒരു അപ്രാളിലായിരിക്കോ? ആരോ പറഞ്ഞേട്ടതും ആദി രാജീവിനെ സൂക്ഷിച്ചു നോക്കി.
ആ കൺഗ്രാസ്, നിങ്ങളൊക്കെ ക്ഷണിച്ചില്ലേ? ആദ്യ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടുന്നുകൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കി ചോദിച്ചു. ഓ, വീഡിയോക്ക് ഒരാഴ്ച മുന്നേ കഴിഞ്ഞു, നജീബ് മാഷി ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് എന്താ രാജീവ് സാറേ എന്നെ മാത്രം വിളിക്കാത്ത? ചിരിയോടെയാണെങ്കിലും ആദിയുടെ മൂർച്ചയുള്ള ചോദ്യം. എത്ര ശ്രമിച്ചിട്ടും ടൈപ്പ് ചെയ്തിട്ടും അവന്റെ മനസ്സിലുള്ള പോലെ പ്രസന്റ് ചെയ്യാൻ കഴിയാത്തും സഞ്ജു ദേഷ്യത്തോടെ ലാപ്ടോപ്പ് വെച്ച ടേബിളിൽ ആഞ്ഞടിച്ചു. രാവിലെ മുതൽ മനസ്സിലാകെയുള്ളത് അത് അവളാണ്. താൻ യാതൊരു കാര്യവുമില്ലാതെ വിളിച്ചു പറയുന്ന വാക്കുകൾ കേട്ട് നെഞ്ചുരുകിയൊലിച്ചിരിക്കുന്നവളുടെ മുഖം. ഹൃദയത്തിൽ അതങ്ങനെ കൊളുത്തി വലിച്ചും മുറിവുണ്ടാക്കിയിരുന്നു. മറക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ ഓർക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് എത്ര നേരാണ്. ഒരാളെ മറക്കേണ്ടതും മാറ്റി നിർത്തേണ്ടതും വളരെ അത്യാവശ്യമായൊരു ഘട്ടം ജീവിതത്തിൽ ആകസ്മികമായ മനഃപൂർവ്വമായ വന്നു ചേരുമ്പോൾ അതിനാവാതെ വരിക എന്നതാണ് ഒരു മനുഷ്യൻ നേരിടുന്ന വലിയൊരു ഗതികേട്. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ, ഓർമ്മകൾ, അടയാളപ്പെടുത്തലുകൾ അതെല്ലാം അങ്ങനെ കൂടുതൽ മികവോടെ നിറവോടെ ഉള്ളിൽ വിരിയുമ്പോൾ മറന്നു കളയുന്നത് എങ്ങനെയാണ്? സഞ്ജുവിന്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെയായിരുന്നു. ഒരിക്കൽ അരോചകമായിരുന്ന ദേഷ്യം തോന്നിയിരുന്ന നന്ദുവിന്റെ കുസൃതികളെ അവൻ ഒരുപാട് മിസ് ചെയ്തു. അതെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരുന്നെങ്കിലെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഇനിയും അതെല്ലാം ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂവെന്നും അവനറിയാം. അന്ന് ഈ ജോലി കിട്ടിയപ്പോൾ തോന്നിയിരുന്ന ആശ്വാസത്തിന്റെ അനേകായിരം ഇരട്ടി സങ്കടമാണ് അപ്പോഴവന്. മനസ്സോട് അതിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. ഇതുപോലൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് മോഹിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച് കളയാനും തോന്നിയില്ല. എല്ലാം കൂടി അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ എത്രയൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചാലും മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നതൊരു മുഖം മാത്രം. അവളുടെ സംസാരം, ചിരി, കുസൃതികൾ, സ്നേഹത്തോടെയുള്ള ആ നോട്ടം. താൻ ആ സ്നേഹത്തിന് നേരെ പുച്ഛിക്കുമ്പോൾ ആ കണ്ണിലുള്ള പിടച്ചിൽ, അതെല്ലാം അന്നുള്ളതിനേക്കാൾ തെളിമയോടെ അവനെ കൊത്തി കീറുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും. ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച പോലും ആത്ത സ്ഥിതിക്ക് ഉടനെ ഒരു ലീവ് എന്നുള്ള പ്രതീക്ഷിക്കുകയേ വേണ്ട. മുടിയകളിൽ കൊരുത്തു വലിച്ച് ടേബിളിൽ മുഖം കുനിച്ചിരിക്കുമ്പോൾ അന്ന് ആദ്യമായി മുന്നിലെ ശൂന്യത സഞ്ജുവിനെ ഭയപ്പെടുത്തി. അല്ല, ഞാൻ ഇന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു, രാജീവ് പതിരിക്കൊണ്ട് പറഞ്ഞു. കല്യാണത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ രാജീവ് സാറേ? ആദ്യ ഒരു ചിരിയോടെ ചോദിച്ച രാജീവിന്റെ മുഖം വിളറി. സത്യം, ഇന്ന് ആദി സാറിനോട് കണ്ടില്ലെങ്കിൽ വിളിച്ചു പറയാനിരിക്കുകയായിരുന്നു ഞാൻ, രാജീവ് ആണയിട്ട് പറഞ്ഞു. ആദ്യം ഒന്ന് അമർത്തി മൂളി. ഓക്കെ, ഏതായാലും ഞാൻ എൻ്റെ കൃഷ്ണയെ കൂടി വിളിക്കട്ടെ. പറയുമ്പോൾ ഒന്നിച്ചു പറയുന്നല്ലേ അതിന്റെ ഭംഗി. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് ആദ്യം പറയുമ്പോൾ അത് തലയാട്ടി സമ്മതിച്ചു കൊടുക്കിയ രാജീവിന് മുമ്പിൽ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പ്രിയ കൂടി അവനൊപ്പം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതും വിലാസിനെ അടക്കം അവിടെ കൂടിയ പലരുടെയും മുഖം ചുളിഞ്ഞു. ആദിക്കപ്പോൾ അവളുടെ ഇനിയുള്ള ജീവിതം അത് വളരെ ഭീകരമായിരിക്കുമെന്നും അവനവളെ വെറുപ്പായിരിക്കുമെന്നും ഏറിയാൽ ഒരു മാസം അവളെ സഹിച്ചിട്ട് അവനവളെ ഉപേക്ഷിച്ച് കളയുമെന്നൊക്കെയുള്ള ധാരണകളെ തീർത്തും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അവൻ എൻ്റെ കൃഷ്ണ എന്ന് അത്രമേൽ സ്നേഹത്തോടെ വിളിക്കുന്നത്. പ്രിയയുടെ പതനം മാത്രം ആഗ്രഹിച്ച് നടക്കുന്നവർ അത് സഹിക്കുന്നത് എങ്ങനെയാണ്? കൃഷ്ണ, ഇങ്ങോട്ട് പാടും, ഞാനിവിടെ സ്റ്റാഫ് റൂമിലുണ്ട്. ഫോണിൽ അവൻ സംസാരിക്കുന്നത് എത്ര മധുരമായിട്ടാണ്. രാജീവ് അടക്കം ഉള്ളിൽ ആ സഹിഷ്ണുത കൊണ്ട് പല്ലുകൾ ആരും അറിയാതെ അമർത്തി പിടിച്ചുപോയി. ആദിക്ക് പക്ഷെ യാതൊരു മാറ്റവുമില്ല. മാത്രമല്ല, അവനത് മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് അവിടെ ആർക്കും മനസ്സിലായതുമില്ല. അമ്മുവിന്റെ പരിഭവങ്ങളെ നെഞ്ചിലൊതുക്കി പിടിച്ചുകൊണ്ട് കേൾക്കുമ്പോഴാണ് പ്രിയയുടെ ബാഗിലുള്ള ഫോൺ ബെല്ലടിച്ചത്. ആ വിളിയും സംസാരങ്ങളും കേട്ടപ്പോൾ തന്നെ അവൾക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിരുന്നു. അത്രയും മധുരമായിട്ടാണ് സംസാരിച്ച്. ഇവനിത് ഇടയ്ക്കിടെ ബാധ കയറുന്നുണ്ടോ എന്നൊരു പിറുപിറുക്കലോടെയാണ് പ്രിയ എഴുന്നേറ്റത്. അടുത്ത ആഴ്ച മുതൽ ടീച്ചർ സ്ഥിരമായി വന്നു തുടങ്ങുമെന്ന് അമ്മുവിന് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അവളുടെ പിടിയിൽ നിന്ന് വിട്ടുപോരാൻ പ്രിയ വല്ലാതെ പ്രയാസപ്പെട്ടു. തിരികെ സ്റ്റാഫ് റൂമിലേക്ക് പോവാൻ അവൾക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാതിരിക്കാനും കഴിയില്ല. അകാരണമായി ഇടിക്കുന്ന ഹൃദയമിടിപ്പോടെ പ്രിയ ചെല്ലുമ്പോൾ അവളെ കാത്തുന്നത് പോലെയായിരുന്നു അവിടെ എല്ലാവരും നിന്നത്. അത് കാണുകെ അവൾക്കൊരു വല്ലായ്മ തോന്നി. കൈകൾ തോളിൽ കിടന്ന ബാഗിൽ മുറുകി. ആ വന്നോ? ഇത് എവിടെയായിരുന്നു കൃഷ്ണ, നീ വന്നേ? അവളെ കണ്ടതും വളരെയേറെ സ്നേഹത്തോടെ ആദ്യം അവളുടെ കൈ പിടിച്ച് വലിച്ചിട്ട് അവന്റെ അരിയിലേക്ക് നിർത്തി. അത്രയും പേരുടെ മുമ്പിൽ അവരെല്ലാം നോക്കി നിൽക്കെ അവനിലേക്ക് ചേർന്ന് നിൽക്കാൻ അവൾക്ക് വല്ലാത്തൊരു ജാളിതയുണ്ടായിരുന്നു. ആദിക്ക് പക്ഷെ അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ആ അപ്പൊ പറഞ്ഞ രാജീവ് സാറേ, ഇതാ ഞാനും എൻ്റെ പ്രിയതമയും അങ്ങയുടെ ക്ഷണം കാത്ത് നിൽക്കുന്നു. മനോഹരമായൊരു ചിരിയോടെ പ്രിയ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി പറയുമ്പോൾ അവിടെ വീട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടാനാണ് രാജീവിന് തോന്നിയത്. പറയുന്നില്ലേ? രാജീവ് അനങ്ങാൻ നിൽക്കുന്ന കണ്ടതും ആദ്യ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ആ ഉണ്ട്. അവന്റെ സ്വരത്തിലെ മാറ്റം മനസ്സിലായതും രാജീവ് ധൃതിയിൽ പറഞ്ഞിട്ട് കർച്ചീഫ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു. അവനെന്തോ പറയാൻ ശ്രമിച്ചതും ആദിയുടെ ഫോൺ ബെല്ലടിച്ച് ഒരുമിച്ചാണ്. ഓഹ്, റിയലി സോറി, അത്യാവശ്യമുള്ള കോളാ. എനിക്കും കൂടിയുള്ള ക്ഷണം എൻ്റെ പെണ്ണിനെ കയ്യിലേൽപ്പിക്കും രാജീവ്, ഞാനത് സൗകര്യം പോലെ വാങ്ങിച്ചോളാം. ചിരിയോടെ അതും പറഞ്ഞിട്ട് പ്രിയയുടെ കവിളിലും തട്ടി അവളുടെ മറുപടി കൂടി പ്രതീക്ഷിക്കാതെ ആദ്യം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.
അവനിറങ്ങിപ്പോയതോടെ പ്രിയാണ് പെട്ടതുപോലെ ആയത്. പലരും തുറിച്ചു നോക്കി ദേഷ്യം തീർക്കുമ്പോഴും ഉള്ളിലെ ദേഷ്യവും പുറത്തേക്ക് വെറുപ്പും ഒന്നവർ വാക്കുകളായി കൊണ്ടുവരികയേ ചെയ്തില്ല. അത് അവളോടുള്ള സ്നേഹമോ സിമ്പതിയോ ആയിരുന്നില്ല. മറിച്ച് അവളുടെ സാന്നിധ്യമില്ലാത്ത അവസരത്തിലും അവളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഒരിക്കൽ മുഖത്തടിച്ചവന് രണ്ടാം ദിവസമാണ് നീര് പോയി ഭക്ഷണം കഴിക്കാനായതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടായിരുന്നു. നജീബ് സാറിനോടൊപ്പം വളരെ ചുരുക്കം ചിലർ ചെന്നിട്ട് അവളോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. നിറഞ്ഞ ചിരിയോടെ അവൾ അതിനെല്ലാം ഉത്തരം പറയുന്നു. നോക്കിക്കുന്ന രാജീവിന് എല്ലാം കൂടി സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതൊന്നും ഇനി കണ്ട് സഹിക്കാൻ വയ്യുന്ന പോലെ വിലാസിനെ പോലെ ചിലർ മുഖം തിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോയി. 2-3 മിനിറ്റ് കൊണ്ട് ആദ്യം തിരികെ വന്നു. അപ്പൊ ശരിയെന്നാ, ഞങ്ങൾക്ക് വേറെടുത്ത് കൂടി പോകാനുണ്ട്. തിരികെ വന്ന് പ്രിയക്കരികിൽ വന്നവൻ പറയുമ്പോൾ രാജീവ് വീണ്ടും വിയർത്തു. മറ്റന്നാ ടൗണിലെ ഫാമിലി ഓഡിറ്റോറിയത്തിൽ വെച്ചാ. സാറ് നേരത്തെ തന്നെ വന്നേക്കണേ. ആദ്യം എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തതിനു മുന്നേ രാജീവ് വളരെ പെട്ടെന്ന് പറഞ്ഞു. അവൻ ഗൂഢമായൊരു ചിരിയോടെ അവനെ നോക്കി. പ്രിയയും കാണുന്നുണ്ടായിരുന്നു രാജീവിന്റെ ആ വെപ്രാളം. പക്ഷെ അവൾ മനഃപൂർവ്വം അവനെ നോക്കിയില്ല. നേരത്തെ വരവൊന്നും നടക്കില്ല രാജീവ് സാറേ. ആദ്യം ഒരു താളത്തിൽ പറയുന്ന കേട്ടതും രാജീവ് നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി. അന്ന് എന്റെ കൃഷ്ണയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടിന്റെ മാരേജ് കൂടി ഉണ്ട്. അവളോട് വുഡ് ബി നേരിട്ട് വന്ന് ക്ഷണിച്ചു പോയത് ഞങ്ങളെ. സോ ആദ്യം അങ്ങോട്ട് പോയിട്ട് സാറിന്റെ കല്യാണത്തിന് വരും. വീണ്ടും പ്രിയയുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതും പ്രിയ രാജീവിന്റെ വിളറി വെളുത്തുപോയ മുഖത്തേക്ക് നോക്കിയിട്ട് ആദ്യം മുഖമുയർത്തി നോക്കി. പ്രതീക്ഷിച്ച പോലെ തന്നെ അവനൊരു നിഗൂഢമായ സന്തോഷമുണ്ട്. മുഖം നിറയെ സംതൃപ്തിയുണ്ട്. മനസ്സിൽ തോന്നിയ സംശയങ്ങൾക്ക് കനവെക്കുന്ന പ്രിയ അറിയുന്നുണ്ടായിരുന്നു. അതെന്റെ പെങ്ങളാണെന്ന് തുറന്നു പറയാൻ കഴിയാത്തൊരു വീർപ്പുമുട്ടിലോട് നിൽക്കുന്ന രാജീവിന് മുന്നിലൂടെ തന്നെ പ്രിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആദ്യം ഇറങ്ങി. പുറത്തേക്കെത്തിയതും പ്രിയ അവനെ കുടഞ്ഞു മാറ്റി. എന്താ സാറിന്റെ ഉദ്ദേശം? നടുവിന് കൈകുത്തിയെന്നുകൊണ്ട് അവൾ ആദ്യം നോക്കി കണ്ണുരുട്ടി. സംശയം എന്ത്? തീർത്തും ദുരുദ്ദേശം. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾക്കും ചിരി വന്നു. അവൻ അവിടെ ചെയ്തതും പറഞ്ഞതുമെല്ലാം തനിക്ക് വേണ്ടിയുള്ളതാണെന്നൊരു തോന്നൽ അവളിലും സന്തോഷം നിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിലിരുന്നോട്ടെ, ആദ്യം ഇവിടെ ഒരുപാട് സമയം ചെയ്യാനുണ്ടോ? പ്രിയ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള വ്യഗ്രതയോടെ ആദ്യം നോക്കി. തനിക്കിവിടെ കാണാനുള്ളവരെല്ലാം കണ്ടു തീർത്തോ? ആദ്യ കയ്യിലെ വാച്ചിലേക്ക് നോക്കി ചോദിച്ചു. പ്രിയ ഒന്ന് മൂളി. അമൃതയെ ഇത്ര പെട്ടെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തോ? ആദ്യ ചിരിയോടെ ചോദിച്ചും പ്രിയയുടെ മുഖം ചുളിഞ്ഞു. അമ്മുവിനറിയോ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഹലോ, ഞാനിവിടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ളവരൊക്കെ എനിക്കും അറിയാം. ആദ്യ ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും പ്രിയക്ക് ചിരി വന്നു. താമ, എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ആദ്യം മുന്നോട്ട് നടന്നുകൊണ്ട് പ്രിയയോട് പറഞ്ഞു. അവളും പതിയെ അവനപ്പോൾ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. ആദിക്ക് പിറകെ അങ്ങോട്ട് കയറുമ്പോൾ ആദ്യമായി അവനെ കാണാൻ അങ്ങോട്ട് ചെന്ന് ഓർത്തുകൊണ്ട് അവരുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അന്ന് ദേഷ്യമായിരുന്നോ വെറുപ്പായിരുന്നോ മനസ്സിൽ തോന്നിയ വികാരം? ഒന്നറിയാം, വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയായിരുന്നു അന്ന് അവന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ. അന്നത്തെ അവന്റെ വരിഞ്ഞു മുറുകിയ മുഖവും വെറുപ്പിക്കുന്ന വാക്കുകളും ധാർഷ്ട്യം നിറഞ്ഞ ആ മാപ്പ് പറച്ചിലും എല്ലാം കൺമുമ്പിൽ മിന്നി മായുന്നത് പോലെ. ചിരിയൊതുക്കി പ്രിയ കയറി ചെല്ലുമ്പോൾ അവൾ നോക്കി ചിരിയോടെ ആദ്യം നിൽക്കുന്ന കണ്ടതും അവളൊന്ന് ചമ്മിപ്പോയിരുന്നു. അന്നത്തെ ആ ആദിത്യ മഹാദേവ് ഭയങ്കര ബോറായിരുന്നു അല്ലേ കൃഷ്ണ? ചിരിയോടെ അവൻ ചോദിക്കുമ്പോൾ പ്രിയ ചിരിയോടെ തന്നെ അതേന്ന് തലയാട്ടി. വെറും ബോറെന്ന് പറഞ്ഞ് നിസ്സാരാക്കില്ല, അതിന് പരമ ബോറാണെന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റും നോയിക്കൊണ്ട് അവൾ പറയുമ്പോൾ ആദ്യം തലയാട്ടിക്കൊണ്ട് ഉറക്കെ ചിരിച്ചു. കൃഷ്ണപ്രിയ ഒട്ടും മോശമായിരുന്നില്ല കേട്ടോ. അന്ന് എന്നെ അരച്ച് കൈ കൊടുത്താൽ വലിച്ചു കുടിക്കുകയായിരുന്നു. ഒരു ഫയൽ കയ്യിലെടുത്തുകൊണ്ട് അവൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ പ്രിയ അത് സമ്മതിച്ചു കൊടുക്കുന്ന പോലെ തലയാട്ടി. സത്യം, അന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരുന്ന ഓർക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയായിരുന്നു. ഒന്നാമത് എന്നെ വെറുതെ ചൊറിഞ്ഞ് രസിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കിടയിൽ കൂടുതൽ ചൊറിയാൻ അറിയുന്ന ഒരു മുന്തിയനും ചൊറിയുമ്പോഴും അതായിരുന്നു അന്നത്തെ ആത്മഹാദേവ്. മനസ്സിൽ ഞാൻ അയാൾ എത്ര തെറി വിളിച്ചിട്ടുണ്ടെന്നോ അടിച്ചിട്ടുണ്ടെന്നോ നേരിട്ട് ചെയ്യാൻ കഴിയാത്തൊക്കെ അയാൾ ഓർത്തിട്ട് മനസ്സിൽ ചെയ്തുകൊണ്ട് നിർവൃത്തിയാടി. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അന്ന്. പ്രിയ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. ഇന്നോ? അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം. ഞെട്ടിക്കൊണ്ട് ആദ്യം നോക്കുമ്പോൾ അവന്റെ നോട്ടം ഫയലിൽ തന്നെയാണ്. പക്ഷേ ടേബിളിൽ ചാരി ഫയൽ നോക്കി നിൽക്കുന്നവന് വല്ലാത്തൊരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു. അവളെ വിറപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ഒരു കള്ളത്തരം. പ്രിയ ഒന്നും മിണ്ടാതെ വേഗം തിരിഞ്ഞെന്നും ആദ്യ ചിരി ചുണ്ടുകൾ കൊണ്ടൊതുക്കി പിടിച്ച് അവളെ നോക്കി. അവൻ വീണ്ടും എന്തെങ്കിലും ചോദിക്കുമോ എന്നൊരു ആശങ്കയോടെയാണ് പ്രിയ പിന്നെ അവിടെ നിന്നത്. പക്ഷെ അവൻ ശ്രദ്ധാപൂർവം ഫയലിൽ നോക്കുകയാണ്. അതിനിടയിൽ മണിയേട്ടൻ അങ്ങോട്ട് വന്നു. വളരെ സ്നേഹത്തോടെ ആദിയോടും പ്രിയയോടും വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം മുഴുവൻ ആ മുഖത്തുണ്ടായിരുന്നു. മുത്തച്ഛൻ അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യങ്ങളുമായി തിരക്കിലായതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് അന്ന് വന്നിരുന്നില്ല. ബാലൻ മാഷ് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ചുമതല കൂടി മാധവ മാഷിനായിരുന്നു. ആദി ഗൗരവത്തോടെ പലതും മണിയേട്ടനോട് നിർദ്ദേശം കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുന്നതെല്ലാം നോക്കി പ്രിയ അവിടെ ഇരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് കൊണ്ട് അവിടെയുള്ള ജോലികൾ തീർത്തിട്ട് ആദി പോവാൻ എഴുന്നേറ്റു. സീം പിടിച്ചു കഴിഞ്ഞെങ്കിൽ വാ കൃഷ്ണ പോവാം. അവൾ തന്നെ നോക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ച ആദി അവളെ കളിയാക്കിയതുപോലെ അത് പറഞ്ഞതും അവളുടെ ചുണ്ടുകൾ കൂർത്തു.
ഞാൻ സീൻ പിടിച്ചിട്ടൊന്നുമില്ല, അവൾ എഴുന്നേൽക്കുന്നതിനിടെ പറഞ്ഞു. ഓവ. ടേബിൾ വെച്ച ഫോൺ തിരികെ പോക്കറ്റിലേക്ക് ഇട്ട് കീ വിരലിട്ട് കറക്കിക്കൊണ്ട് നടക്കുന്നതിനിടെ ആദ്യം അവളെ നോക്കാതെ ചിരിച്ചു. അവൻ കളിയാക്കിയതിന്റെ കെറുവോടെ തന്നെയാണ് പ്രിയ കാറിലേക്ക് കയറിയത്. അവിടെയുള്ളവരെല്ലാം സഞ്ജുവിനോട് അങ്ങേയറ്റം ദേഷ്യത്തിലാവും നിൽക്കുന്നത്. പെട്ടെന്ന് ചെന്നിട്ട് ആങ്ങളെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആ വെറുപ്പിന്റെ പങ്കുപറ്റണ്ട കേട്ടോ. നന്ദുവിന്റെ വീടിനടുത്തെത്താനായതും ആദി പ്രിയയെ ഓർമ്മിപ്പിച്ചു. ഓ എനിക്കറിയാം, അവൾ ചുണ്ടുകൊട്ടി. അറിഞ്ഞാ മതി, അവളുടെ പുച്ഛം അറിഞ്ഞുകൊണ്ട് തന്നെ ആദി പറഞ്ഞു. നിങ്ങൾ എവിടുത്തെ കൂട്ടുകാരനെ ആദ്യേട്ടാ? ചങ്ങാതി ഒരു ആപത്തിപ്പെടുമ്പോൾ ജീവൻ കളഞ്ഞ് അവർക്കൊപ്പം നിൽക്കേണ്ടതല്ലേ? സഞ്ജുവാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാവും. ഇതിപ്പോ അവന്റെ അവസ്ഥ അറിഞ്ഞിട്ടും അവന് വേണ്ടി ആരോടൊന്നും പറയുന്നില്ലല്ലോ. പറയാൻ ശ്രമിക്കുന്ന എന്നെ പോലും തടയുന്നു. എന്തൊരു മനുഷ്യനാ നിങ്ങള്? പ്രിയ ദേഷ്യത്തോടെ ചോദിച്ചതും ആദ്യം അത് ചിരിച്ചുള്ളി. എന്തു പറഞ്ഞാലും ഒരു ഇളിയുണ്ട്. പ്രിയ അവൻ കേൾക്കാതെ പിറുവിറുത്തു. അതേ, എനിക്ക് നിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എന്റെ സൗഹൃദത്തിന്റെ ആത്മാർത്ഥ തീരുമാനിക്കാൻ, കേട്ടല്ലോ? ആദ്യം അവൾ പറഞ്ഞ് വ്യക്തമായും കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചിരിയോതിക്ക് പരമാവധി ഗൗരവത്തിലാണ് അവനത് പറഞ്ഞ്. പിന്നെ വല്ലാത്ത ആത്മാർത്ഥയാ, ഞാനത് അറിഞ്ഞാണല്ലോ. പ്രിയം വിട്ടുകൊടുക്കാതെ കടുപ്പത്തിൽ പറഞ്ഞു. അപ്പോഴേക്ക് അവരുടെ കാറ് നന്ദുവിന്റെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു. പരസ്പരം നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയത്. തലേന്നത്തെ സംഭവം മനസ്സിലുണ്ടാക്കിയ ആശങ്കയോടെയാണ് ആദിക്കൊപ്പം പ്രിയം അകത്തേക്ക് കയറിയത്. പക്ഷേ ഹാളിൽ എല്ലാവർക്കും ഒപ്പം ചായ കുടിച്ചിരിക്കുന്ന നന്ദുവിനെ കണ്ടതും ആദിയും പ്രിയും പരസ്പരം നോക്കി. നേരത്തെ ഒരു ചിരിയോടെയാണ് അവരാ നോട്ടം പിൻവലിച്ച്. ആഹാ, ആരാത്? വാ മക്കളെ. അവരാദ്യം കണ്ട നളിനിയായിരുന്നു. ഹൃദ്യമായ സ്വീകരണം. ആദിയുടെയും പ്രിയുടെയും മുഖം തെളിഞ്ഞു. അവർക്കൊപ്പം അവരും കൂടി അലിഞ്ഞു ചേരുകയായിരുന്നു. ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ കൂടിയും നന്ദുവിന്റെ മുഖത്തൊരു വല്ലാത്ത ശാന്തതയുണ്ടെന്ന് പ്രിയക്ക് ഉറപ്പായിരുന്നു. ആദിക്കും വല്ലാത്തൊരു സമാധാനം മനസ്സിൽ നിറയുന്നതിനൊപ്പം ഈ അവസ്ഥയ്ക്ക് തീ കൊളുത്തി സ്വയം കത്തിപ്പടന്ന് പൊള്ളിപ്പിടഞ്ഞവനെ ഓർത്തതും അവരുടെ ചുണ്ടിലെ ചിരിമാനും. പ്രിയ നന്ദുവിനോട് ഒരുപാട് സംസാരിച്ചു. തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രിയ പറഞ്ഞെല്ലാം കേട്ട് നേർത്തൊരു മന്ദഹാസത്തോടെ ഇരിക്കുന്നവളോട് പ്രിയക്ക് ഒരുപാട് വാത്സല്യം തോന്നി. തിരികെ പോവാനിറങ്ങി ചെന്നവളെ കാത്ത് സീറ്റ് ഔട്ടിൽ ആദിയുണ്ടായിരുന്നു. അവനൊപ്പമാണ് നളിനിയും ബാലമാഷ അഞ്ജുവും ലക്ഷ്മിയും എല്ലാവരും ഉള്ളത്. അവരുടെ എല്ലാ മുഖം വല്ലായ്മ നിറഞ്ഞിരിക്കുന്നു. നളിനിയും ലക്ഷ്മിയും കരഞ്ഞ പോലെ ചുവന്നുപോയ മുഖം. പ്രിയ ആദിയെ രൂക്ഷമായും നോക്കി. അവൻ പുരികം പൊക്കി എന്തെന്ന് ചോദിച്ചു. എന്റെ മോനെ ആരും എന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒടുവിൽ ഞാനും. പാവം, അവൻ എന്തോരം വേദനിച്ച് കാണും. നളിനിയുടെ പദം പറച്ചിൽ കേട്ടതും പ്രിയ അമ്പരപ്പോടെ ആദിയെ നോക്കി. അവനെല്ലാം അവരോട് പറഞ്ഞെന്ന് അവൾക്ക് ഉറപ്പായി. സത്യത്തിൽ അതെങ്ങനെ അവിടെ അവതരിപ്പിക്കുമെന്ന് അവൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അവനത് വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തിരിക്കുന്നു. നളിനിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവൻ പ്രിയയുടെ നോട്ടം കണ്ടതും അവളെ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.